2,000 years later. ഓക്കെ, നമ്മൾ ഇന്നിവിടെ വന്നേക്കുന്നത് ബീഫ് ബ്രിസ്ക്കറ്റ് കഴിക്കാനാണ്. എഴുതി കാണിച്ചോളൂട്ടോ എന്താണ് ബീഫ് ബ്രിസ്ക്കറ്റ് എന്നും ഞാൻ അറിയാത്തവർക്കുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 800 to 1200 റേഞ്ചിലായിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മളിന്ന് രണ്ട് സ്ഥലത്ത് നിന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ഒരിടത്ത് 950 ആണ് റേറ്റ്, ഒരിടത്ത് 299 ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും. കമോൺ, കാര്യം പറയാൻ പറ്റും. വെൽക്കം ടു ഫീസ് പ്ലീസ് കേരള. ബീഫിൻ്റെ ചെസ്റ്റിലെ മീറ്റിനെയാണ് ബ്രിസ്ക്കറ്റ് എന്ന് പറയുന്നത്. അത് നല്ല ഹാർഡ് മീറ്റാണ്. അതൊരു 14 hours സ്മോക്കറിൽ വെച്ച് സ്ലോ കുക്ക് ചെയ്തിട്ട് വളരെ സോഫ്റ്റ് ആക്കിയാണ് നമുക്ക് സെർവ് ചെയ്യുന്നത്. മീറ്റിന് വലിയ വിലയില്ലെങ്കിലും ഇതിൻ്റെ ലോങ് കുക്കിംഗ് പ്രോസസ്സ് കാരണമാണ് ഇതിന് ഇത്രയും പ്രൈസ് വരുന്നത്. 2 days ബ്രൈൻ ചെയ്യും സോൾട്ട് പെപ്പറിൽ, എന്നിട്ട് സ്മോക്ക് ചെയ്യും. പ്ലേറ്റിംഗ് പറഞ്ഞത് 240 grams ബ്രിസ്ക്കറ്റും ഒരു കുക്കുംബറും കുറച്ച് പിക്കിൾസും മാത്രമേ ഉള്ളൂ. പിന്നെ മസ്റ്റ് ട്രൈ ആയിട്ടൊരു ഐറ്റം ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയുള്ളൂ. പോർക്ക് ബേക്കൺ കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഗംഭീര സാധനം. 200 രൂപ ഉള്ളൂ. പോർക്ക് പൊട്ടറ്റോ സാലഡ്. അങ്ങനെ നമ്മൾ ഡിഷായിട്ട് കഴിച്ചില്ല, ജസ്റ്റ് ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കിയുള്ളൂ. മെൽറ്റ് ഇൻ മൗത്ത് മസ്റ്റ് ട്രൈ ആണ്. അതവിടെ പോയി കഴിഞ്ഞാൽ കഴിച്ചു നോക്കണം. അടുത്തായിട്ട് നമ്മൾ നേരെ പോയത് ടെക്സ്മെക്സിലോട്ടാണ്. ഇവിടെ നല്ല ക്രൗഡറാണ്. കൈയെടുക്കാനൊക്കെ എനിക്ക് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ സീറ്റ് ഉണ്ടാവില്ല. ഇവരുടെ 299 ബ്രിസ്ക്കറ്റിൻ്റെ പ്ലേറ്റിംഗ് വന്നത് 120 grams ഓഫ് മീറ്റ്, കോൾസ്ലോ, പിന്നെ ഒരു സോസ്, കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ഉണ്ടായിരുന്നു. സ്റ്റീവിലത്തെ അത്ര ടെൻഡർ അല്ല മീറ്റ്, പക്ഷെ ഇതും അത്യാവശ്യം നല്ല സോഫ്റ്റ് തന്നെയാണ്. കമ്പാരിസൺ പറയുകയാണെങ്കിൽ സ്റ്റീവിലാണ് എനിക്ക് മീറ്റ് കുറച്ചും കൂടി അടിപൊളിയായിട്ട് തോന്നിയത്. സൈഡ് ഡിഷും സോസും ഒക്കെ ടെക്സ്മെക്സിലായിരുന്നു അടിപൊളി. ഈ ഐറ്റം തന്നെ ഭയങ്കര ഗംഭീരം എന്നൊക്കെ പറഞ്ഞ് കുറേ റിവ്യൂസ് ഉണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി അത്ര ഒരു മസ്റ്റ് ട്രൈ ആയിട്ടൊന്നും ഇത് തോന്നിയില്ല കഴിച്ചു നോക്കിയപ്പോൾ. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രം. ഇതാണല്ലോ മറ്റേ ചിക്കൻ റാപ്പ് രണ്ടാമത്തെയാണ് കഴിച്ചത് നല്ലത്. സത്യത്തിൽ ഇപ്പൊ കഴിക്കണതാണ് നല്ലത്. ഞാൻ അത് വിട്, പക്ഷെ നമ്മ ഒരു ഇതായിട്ട് പറയണം. ഇവനെയും കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇന്ന് ഞാൻ എടുക്കാറ്റോ. ടിവിയിൽ പോയി ചിക്കൻ റോൾ കിട്ടും, അത് മേടിച്ച് തിന്നു കഴിഞ്ഞാൽ അതാണ് ലാഭം. കണ്ടില്ലേ? അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വർഷം ബർത്ത്ഡേ വ്ളോഗായിട്ട് ബർത്ത്ഡേ വ്ളോഗർ വരുന്നതായിരിക്കും.